ശബരിമല സ്വർണ്ണ കവർച്ചയിൽ 2 എഫ്ഐആർ. ദ്വാരപാലക ശില്പത്തിലെയും വാതിൽപ്പടിയിലെയും സ്വർണം കടത്തിയതിൽ വെവ്വേറെ എഫ്ഐആറുകൾ. 2 കേസുകളിലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 2 കേസുകളിലും ദേവസ്വം ജീവനക്കാരും പ്രതികളാകും. കൊച്ചിയിൽ നിന്ന് ബിനിലാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, എഫ്ഐആർ ഇട്ടുകഴിഞ്ഞു. ഇനി അടുത്ത നടപടി എന്നുള്ളത് പ്രതികളിലേക്ക് എത്തുക, അറസ്റ്റ് അടക്കമുള്ള നടപടികളാണ്. അതെപ്പോൾ ഉണ്ടാകും? ആര്യ, 2 എഫ്ഐആറുകളാണ് ഇതിലേക്ക് വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് 1 എഫ്ഐആർ ആയിരിക്കും എന്നതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 2 എഫ്ഐആറുകളാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. ഒന്ന്, ദ്വാരപാലക ശില്പങ്ങളിലെ ആ സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തിക്കൊണ്ടുപോയി അതിലെ സ്വർണം ഉരുക്കിയെടുത്ത് തട്ടിക്കൊണ്ടുപോയതിലായിരിക്കും ഒരു കേസ് വരിക. മറ്റൊന്ന്, അവിടുത്തെ ശ്രീകോവിലിന്റെ വാതിൽ പാളികളുണ്ട്, അത് സ്വർണം പൊതിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ അതിന്റെ കട്ടളപ്പടികളുണ്ട്, അത് സ്വർണം പൊതിഞ്ഞതാണ്. അതെടുത്ത് അതിലെ സ്വർണം ഇതുപോലെ സമാനമായ രീതിയിൽ തട്ടിയെടുത്തിട്ടുണ്ട് ഒരു സംഭവമുണ്ട്. അത് രണ്ടും നടന്നിരിക്കുന്നത് 2 സമയത്താണ്. അതായത് ഒന്ന് 2019 മാർച്ച് മാസങ്ങളിലും മറ്റൊന്ന് ഈ 2019 തന്നെ ഓഗസ്റ്റ് മാസങ്ങളിലുമാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഈ 2 സംഭവങ്ങളിലും 2 എഫ്ഐആറുകളായിരിക്കും വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ 2ലും ഉദ്യോഗസ്ഥരിൽ വ്യത്യാസമുണ്ട്. 2 സംഭവങ്ങളിലും ഇടപെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ, അതിലെ മഹസറിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, അതിലെല്ലാം തന്നെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ 2 കേസുകളായിട്ടായിരിക്കും ഇത് വരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ മുഖ്യപ്രതിയായിട്ട് വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരും പ്രതികളായി വരുന്നു. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഇതിൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായി വരുന്നത്. ഈ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് IPC 409 പ്രകാരമുള്ള കുറ്റകൃത്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ ഹൈക്കോടതി ഇതിലൊരു മോഷണ സ്വഭാവമുണ്ട് എന്നതാണ് ഈ ഉത്തരവിന്റെ ഭാഗമായി വരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ മോഷണം കൂടി ഈ എഫ്ഐആറിന്റെ ഭാഗമായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് ഈ മോഷണവും ഈ വിശ്വാസവഞ്ചനയും ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമല്ല. അത് വ്യത്യസ്തമായി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കാരണം ഒരു ഉടമയെ അറിയാതെ ഒരു സാധനം അടിച്ചു കൊണ്ടുപോകുന്നതാണ് മോഷണമായിട്ടുള്ളത്. ഇത് പക്ഷേ ഈ ഉടമ എന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം പൊതിഞ്ഞ പാളികൾ അഴിച്ചെടുത്ത് അത് സ്വർണം പൂശാനായി കൊടുത്തുവിട്ടിരിക്കുന്നത്. അവിടെ വിശ്വാസവഞ്ചനയാണ് ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത്. പിന്നീട് ഈ സ്വർണം ഉരുക്കിയെടുത്ത് ആ സ്വർണം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി അത് മറ്റൊരു തരത്തിലുള്ള കുറ്റകൃത്യമായി മാറും. അതുകൊണ്ട് ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കേസുകളായിരിക്കും വരുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. അഭിഭാഷകനെ കണ്ട് മുൻകൂർ ജാമ്യത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ തുടങ്ങി. കൊച്ചിയിൽ അഭിഭാഷകനെ കണ്ട് ദീർഘനേരം സംസാരിച്ച് അദ്ദേഹം നിയമോപദേശമൊക്കെ തേടിയ ശേഷമാണ് പുറത്തു പോയിരിക്കുന്നത്. കാരണം 2 കാലയളവിൽ നടന്ന സംഭവങ്ങളാണ്, സ്വർണ്ണക്കൊള്ളയാണ്. ഇതിൽ കോടതി ഇന്നലെ പരാമർശിച്ച ചില പേരുകളുണ്ട്. ആ പേരുകളുള്ളത് ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ട്. അവർ പ്രതികളാകില്ലേ? ഇതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരും പ്രതിസ്ഥാനത്തേക്ക് വരും. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് മാറ്റം വരുത്തിയ ചില ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണ്ണപ്പാളികൾ എടുത്തു കൊടുത്തുവിടാൻ ആ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം ഇതിൽ പ്രതികളായി വരും. ഓരോരുത്തരുടെയും പങ്കാളിത്തം എന്ത് എന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗത്തിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ, അവർ വരുത്തിയിരിക്കുന്ന വീഴ്ചകൾ എന്തൊക്കെയാണ്, അതനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരും ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ എഫ്ഐആറിൽ ഒരാൾ പ്രതിയല്ല എന്ന് വന്നതുകൊണ്ട് ഭാവിയിൽ അയാൾ പ്രതിയാവില്ല എന്ന് പറയാൻ കഴിയില്ല. അന്വേഷണത്തിൽ അയാൾക്ക് കുറ്റകരമായ വീഴ്ച അയാളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിയും പ്രതികളായി വരും. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രാഥമികമായി ഇപ്പോൾ ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന 2 കേസുകൾ മാത്രമാണ്. അതിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഇനി എവിടേക്ക് ഈ അന്വേഷണം എത്തുമെന്നത് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഈ അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ ഇതിൽ പ്രതികളാകുമെന്ന് ഉറപ്പുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം തന്നെ ഓട്ടം പിടിച്ചിരിക്കുകയാണ്. പലരും ഇതിനോടകം അഭിഭാഷകരെയൊക്കെ കണ്ട് എന്ത് ചെയ്യണം, മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങൾ നടത്തുക, മറ്റു തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുക, അതെല്ലാം ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും അഭിഭാഷകനെ കണ്ട് എഫ്ഐആർ വന്നാൽ അത് ഏത് രീതിയിൽ നേരിടണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ആലോചന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് എടുക്കാനുണ്ടായ ഒരു കാലതാമസമുണ്ട്. സ്വാഭാവികമായും അതിൽ ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ തന്നെ പലരും നശിപ്പിക്കാനുള്ള
സാധ്യതയും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ പിടിച്ചെടുത്തിട്ടുള്ള രേഖകൾ അത് സേഫ് സ്റ്റഡിയിലേക്ക് മാറ്റാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതിയിൽ എന്തായാലും ഈ രേഖകളുടെ എല്ലാം തന്നെ ഒരു പകർപ്പ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന്റെ കൈവശമുണ്ടായിരിക്കും. അതുകൊണ്ട് ഇനി ഭാവിയിൽ ഈ രേഖകൾ നഷ്ടപ്പെടുത്തി ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ ഈ ഓരോരുത്തർക്കും അവർ ചെയ്തിട്ടുള്ള കുറ്റം എന്ത് എന്നത് അവർക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ തടിയൂരാം എന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഓരോ തലത്തിൽ നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.